ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഷാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 7:37 നാം ഇങ്ങനെ വായിക്കും: എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. ജെറുസലേം ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ച് ഇറങ്ങി വരുന്ന ജനം, അവരുടെയൊക്കെ മുഖത്തേക്ക് കർത്താവ് നോക്കുന്നുണ്ട്. ഈ തിരുനാൾ ആഘോഷങ്ങളിൽപ്പെട്ട് ഇറങ്ങി വരുന്ന അവരുടെ മുഖത്തൊരു സന്തോഷമില്ല. വളരെ പ്രയാസപ്പെട്ട് ഇറങ്ങി വരികയാണ്. ഈശോ അവരെ നോക്കി ഇപ്രകാരം പറയുകയാണ്: ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കിലേക്ക് വരട്ടെ. ദാഹമുള്ള ആളുകൾ യേശുവിൻ്റെ അടുക്കിലേക്കാണ് വരേണ്ടത്. പലതരത്തിലുള്ള ദാഹമുള്ള ആളുകളുണ്ട്. നമ്മുടെ എല്ലാ ദാഹവും ശമിപ്പിക്കാൻ കഴിവുള്ളത് കർത്താവിന് മാത്രമാണ്. അങ്ങനെ പ്രയാസപ്പെട്ട് ഇറങ്ങി വരുന്നവരെ നോക്കി കർത്താവ് പറയുകയാണ്: എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. ജീവജലം, ജീവൻ നൽകുന്ന ജലം, അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് ജലം. ഈ ജലത്തിൽ മുക്കി പൊക്കിയെടുത്ത് മാമോദീസ മുക്കുന്നു. കത്തോലിക്കാ സഭയിൽ ചില റീത്തുകളിൽ, കേരളത്തിൽ 3 റീത്തുകളാണുള്ളത്. സഭയിൽ 23-ൽ പരം റീത്തുകളുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില റീത്തുകളിൽ ഇപ്പോഴും വെള്ളത്തിൽ മുക്കി പൊക്കിയെടുക്കുന്ന മാമോദീസ രീതികളാണ് ഉള്ളത്. അപ്പം ജലം ഒരു അടയാളമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി നിൽക്കുകയാണ്. ഇപ്പം ക്രിസ്തുവിൽ ഒരു വ്യക്തി വിശ്വസിക്കുന്നത് വഴി അവരിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകുന്നു. കർത്താവ് അത് പഴയ നിയമത്തെയും കൂടെ ചേർത്തുകൊണ്ട് പറയുകയാണ്: വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് എവിടെയാണ്? അത് പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 47-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്: ദൈവമായ കർത്താവ് എസെക്കിയേൽ പ്രവാചകനെ ദേവാലയത്തിൻ്റെ പൂമുഖപ്പടിയിൽ കൊണ്ടുവന്ന് നിർത്തി. ആ പൂമുഖപ്പടിയിൽ നിന്ന് ഒരരുവി ഒഴുകുകയാണ്. ദൈവമായ കർത്താവ് പ്രവാചകനോട് പറഞ്ഞു: പ്രവാചക, ഒരു ചണച്ചരടെടുത്ത് 1000 മുഴം അളക്കുക. വെള്ളം എന്തോരമുണ്ട്? ഇപ്പോൾ പാദം മൂടാനുള്ള വെള്ളമുണ്ട്. ഇനിയും 1000 മുഴം അളക്കുക. ഇപ്പോൾ കണങ്കാല് മൂടാനുള്ള വെള്ളമുണ്ട്. ഇനിയും 1000 മുഴം അളക്കുക. ഇപ്പോൾ മുട്ടപ്പം വെള്ളമുണ്ട്. ഇനിയും 1000 മുഴം അളക്കുക. ഇപ്പോൾ അരയ്ക്കൊപ്പം വെള്ളമുണ്ട്. ഇനിയും 1000 മുഴം അളക്കുക. കഴുത്തൊപ്പം വെള്ളമായിരിക്കുന്നു. ഇപ്പോൾ അളക്കാൻ പറ്റുന്നില്ല, വെള്ളം തട്ടിക്കൊണ്ടു പോവുകയാണ്. ചില ആളുകൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പാദം മൂടാനേ ഉള്ളൂ. ചിലർക്ക് മുട്ടുവരെയുള്ള അഭിഷേകമുണ്ട്. ചിലർക്ക് അരവരെയുള്ള അഭിഷേകമുണ്ട്. നമ്മളിങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവാം: മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക്കാൻ. മുട്ടോളമല്ല, അരയോളമല്ല, വലിയ ജീവനദിയായി പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒഴുകണം. കുറേ കൂടെ ആഴമായി ചിന്തിച്ചാൽ
പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉപയോഗിക്കുകയല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്തുപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കാൻ തുടങ്ങുന്ന ഒരനുഭവം. അതുകൊണ്ടാണല്ലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഈ ആത്മാവ് മൂലമാണ് ആബാ പിതാവേ എന്ന് നാം വിളിക്കുക. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന എല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഇപ്പം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി നാം മാറണം. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയല്ല. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധാത്മാവിനോട് ബന്ധം സ്ഥാപിക്കുന്നതും പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കുന്നതുമൊക്കെ നമ്മുടെ ചില കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ, ഈ ഭൂമിയിലെ ഭൗതികമായ ചില ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണോ നാം പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയിരിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ ലോക ജീവിതത്തിൽ മാത്രം നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ തന്നെ ആത്മാവായതുകൊണ്ട്, പരിശുദ്ധാത്മാവ് ദൈവം തന്നെ ആയതുകൊണ്ട്, ഈ ദൈവത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് നമ്മളിലേക്ക് വരുന്നതിനാൽ ഈ ആത്മാവിനെ നമ്മളെ സ്വർഗത്തിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ലക്ഷ്യം നമ്മളെ സ്വർഗത്തിലെത്തിക്കുക, ദൈവരാജ്യത്തിലെത്തിക്കുക എന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: ആത്മാവ് നമ്മളെ നയിക്കാനായിട്ട് തുടങ്ങുന്നു. നമ്മളിൽ നിന്ന് ജീവൻ്റെ നദി ഒഴുകാനായിട്ട് തുടങ്ങുന്നു. ജീവൻ്റെ സുവിശേഷം നമ്മളിൽ നിന്ന് പുറപ്പെടുകയാണ്. ജീവൻ്റെ സുവിശേഷം, ജീവൻ്റെ ഒരു സംസ്കാരം മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് നയിക്കാൻ, മറ്റുള്ളവരെ ജീവനിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയാണ്. പ്രിയരെ, കുറേ നാളുകൾക്ക് മുമ്പ് ഒരാൾ സംസാരിക്കാൻ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു: അയൽവക്കത്തുണ്ടായിരുന്ന ഒരാൾ കടബാധ്യത മൂലം എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു: കടബാധ്യതയാണ്, വീട്ടാനൊരു വഴിയുമില്ല. ഞാൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ പത്രത്തിൽ 2-3 കുടുംബങ്ങൾ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ കടം കൊണ്ട് പ്രയാസപ്പെട്ട് വരുന്ന വ്യക്തിയോട് നമ്മൾ പറയുന്ന വാക്ക് എന്താണ്? ഇന്നലെയും മിനിങ്ങാന്നും പത്രത്തിൽ വാർത്തയുണ്ട്, കടബാധ്യത മൂലം 2-3 കുടുംബം ആത്മഹത്യ ചെയ്തുവെന്ന്. ഈ വരുന്ന മനുഷ്യന് കിട്ടുന്ന സന്ദേശം എന്താ? ജീവൻ്റെ സന്ദേശമാണോ? ജീവൻ്റെ സുവിശേഷമാണോ നമ്മൾ കൊടുക്കുന്നത്? അയാൾക്ക് കിട്ടുന്ന അറിവെന്താ? കടബാധ്യതയുള്ളവർ ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ്, അവർ മരിക്കണം. കടബാധ്യതയുള്ളവൻ ആത്മഹത്യ ചെയ്യുന്നു. ഇതിനു മുമ്പ് പത്രത്തിൽ പലരും ആത്മഹത്യ ചെയ്തതിൻ്റെ ഫോട്ടോയും വാർത്തകളും വന്നപ്പോൾ അത് വായിച്ചിട്ട് വേദനിച്ച് വരുന്നവന് ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ജീവൻ്റെ സുവിശേഷമല്ല, മരണസുവിശേഷമാണ്. നിങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, 3-മതൊരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നു. നോക്കാൻ നിവൃത്തിയില്ലെങ്കിൽ എന്തിനാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത്? അതിനെ അബോർഷൻ ചെയ്ത് കളയുക, അതിനെ നശിപ്പിച്ച് കളയുക. ഇത് ജീവൻ്റെ സുവിശേഷമല്ല പ്രിയരെ. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളുമെല്ലാം മണ്ണിലേക്ക് നമ്മൾ തള്ളിയിടുമ്പോൾ, അതുപോലെ രാസവളങ്ങളെല്ലാം ഉപയോഗിച്ച് മണ്ണിനെ നശിപ്പിക്കുമ്പോൾ ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി മാറ്റുകയാണ്. അത് ജീവൻ്റെ സുവിശേഷമല്ലല്ലോ. സകല മരങ്ങളും വെട്ടിക്കളയുന്നു എന്ന് മാത്രമല്ല, സകല വീടുകളും ഇന്ന് തെളിഞ്ഞു വരുമ്പോൾ വാസ്തവത്തിൽ തലമുറയ്ക്ക് ജീവിക്കാനുള്ളതും കൂടെ നശിപ്പിക്കുമ്പോൾ ജീവൻ്റെ സുവിശേഷമല്ലല്ലോ നമ്മൾ നൽകുന്നത്. ജീവൻ്റെ സുവിശേഷമാകാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ജീവൻ്റെ സുവിശേഷം ലോകത്തിന് കൊടുക്കുന്നവരായി നമ്മൾ മാറും. കടബാധ്യതയുള്ള, പ്രശ്നമുള്ള, നിരാശയുള്ള, സങ്കടമുള്ള ഒരു വ്യക്തി
നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റുകയില്ല എങ്കിലും ഒരു ധ്യാനമന്ദിരത്തിലേക്ക്, കേരളത്തിൽ എത്രയോ ധ്യാനമന്ദിരങ്ങളാണുള്ളത്, ഒരു ധ്യാനമന്ദിരത്തിലേക്കെങ്കിലും ഒരാളെ പറഞ്ഞു വിടാൻ നമുക്ക് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാസികയെങ്കിലും, ശാലോം പോലുള്ള ഒരു മാസിക ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയാൽ, ശാലോമോ ഡിവൈൻ വോയിസോ അല്ലെങ്കിൽ വചനോത്സവമോ പോലുള്ള ആത്മീയ പ്രസിദ്ധീകരണങ്ങൾ ഏതെങ്കിലും ഒന്ന് കൊടുത്ത് ഇതൊന്ന് വായിക്കൂ എന്ന് പറയാനായിട്ട്, അത് കൊടുത്താൽ എത്രയോ വ്യക്തികൾക്ക് അതൊരു അനുഗ്രഹമായി തീരുന്നു. ഇന്ന് നമ്മൾ ശാലോമുമായി ബന്ധപ്പെട്ട് ശാന്തിവാഹിനി എന്നു പേരായ ഒരു ബസ് തന്നെ പുസ്തകങ്ങളുമായി, ധാരാളം പുസ്തകങ്ങളുമായി നമ്മുടെ റോഡുകളിലൂടെ, നിരത്തുകളിലൂടെ ഈ ആത്മീയ ഗ്രന്ഥം സഞ്ചരിക്കുകയാണ്. എത്രയോ മനുഷ്യർക്കാണ് അത് ഉപകാരമായി മാറുന്നത്. വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന വ്യക്തിയോട് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റുകയില്ലേ? ആ ടി വിയിൽ വരുന്ന ആ പ്രോഗ്രാം ഒന്ന് കാണുക, ടി വിയിലൂടെ വചനം വരുന്നുണ്ട്, അതൊന്ന് കേൾക്കുക. രോഗം പിടിപെട്ട് കട്ടിലേ കിടക്കുന്ന ഒരു വ്യക്തിക്ക്, ഒറ്റയ്ക്ക് മുറിയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക്, മക്കളൊക്കെ വിദേശത്ത്, ഇന്ന് പ്രായമായ അപ്പനും അമ്മയൊക്കെ മുറിക്കുള്ളിൽ, അവർക്ക് തമ്മിൽ എന്താ സംസാരിക്കാനുള്ളത്? അധികം കാര്യം എന്ത് പറയാനുണ്ട്? അങ്ങനെയുള്ളവർ തമ്പുരാൻ്റെ വചനം കേൾക്കാനൊരു അവസരം. കഴിഞ്ഞ നാളിൽ ഒരു സഹോദരൻ എന്നോട് ഇങ്ങനെ പറയുകയായിരുന്നു, ഈ ഷാലോൺ ടി വി ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് എന്ന്. പ്രായമുള്ളൊരു അപ്പച്ചൻ പറയുകയാണ്, ഈ ഷാലോൺ ടി വി ഉള്ളത് കൊണ്ട് ഞാൻ ജീവിച്ചു പോവുകയാണ്. രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ ഷാലോൺ ടി വി വെക്കുന്നു, വൈകുന്നേരം വരെയും ടി വിയിലൂടെ പല പ്രോഗ്രാമുകളും മാറി മാറി കാണുമ്പോൾ മനസ്സിന് ഒരാശ്വാസമാണ്, ബലമാണ് എന്ന്. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതായതുകൊണ്ട് ഈ വചനം നമ്മളെ ജീവിക്കാൻ സഹായിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 55:3 നമ്മളിങ്ങനെ വായിക്കും, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. അപ്പം നമുക്കൊക്കെ ജീവിക്കാൻ പറ്റുമെന്നേ. ജീവിക്കാനൊരു വഴിയുമില്ല എന്ന് ആരും കരുതരുത്. നമ്മളൊക്കെ കണക്കാക്കുന്നതൊന്നുമല്ല ജീവൻ്റെ മാർഗം എന്ന് പറയുന്നത്. ജീവിക്കാൻ പല വഴികളുമുണ്ട്. അത് തമ്പുരാൻ്റെ വചനമാണെന്നുള്ള സത്യം തിരിച്ചറിയണം. ആ ജീവൻ നൽകാനാ കർത്താവ് ലോകത്തിലേക്ക് വന്നത് തന്നെ. ഈശോ വന്നപ്പോൾ പറഞ്ഞല്ലോ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 10:10, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. ജലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ജലം നമ്മുടെ ദാഹം മാറ്റും, ജലം നമ്മളെ വളർത്തും, ജലം നമ്മളെ ശുദ്ധീകരിക്കും. ദാഹിച്ച് പ്രയാസപ്പെട്ട് വിഷമിച്ച് കയറി വരുന്ന ഭർത്താവിന്, ഭാര്യയ്ക്ക്, സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കൊടുത്താൽ ആ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ എന്തോ ഒരു ആശ്വാസമാണ്. ജലം നമുക്ക് ആശ്വാസം തരുന്നുണ്ട്, ജലം നമ്മുടെ ദാഹം മാറ്റുന്നുണ്ട്. സമറിയാക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞു, നീ കോരിക്കൊണ്ടു പോകുന്ന വെള്ളം കുടിച്ചാൽ പിന്നെയും നിനക്ക് ദാഹിക്കും, പക്ഷേ ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ദാഹിക്കുകയില്ല. ഈശോ തരുന്ന വെള്ളം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ദാഹിക്കുകയില്ല. ഈശോ തരുന്ന വെള്ളം അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൽ സമറിയാക്കാരിയോട് ഈശോ സംസാരിക്കുന്നത് വെറും വെള്ളത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, അത് പരിശുദ്ധാത്മാവാകുന്ന ജലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവളിപ്പോൾ ഈ കോരാൻ വന്നിരിക്കുന്ന വെള്ളം ആർക്കു വേണ്ടിയുള്ളതാണ്? അവളുടെ വീട്ടിൽ കല്യാണം കഴിക്കാതെ ഒരുത്തനെ വീട്ടിലിരുത്തിയിട്ടുണ്ട്, അവന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം കോരുന്നത്, അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ വെള്ളം കോരുന്നത്. അപ്പോൾ അവന് വേണ്ടി, അവൾക്ക് വേണ്ടി ഈ കോരുന്ന വെള്ളം ഇങ്ങനെ കോരൽ തുടങ്ങിയിട്ട് കാലം കുറേ ആയതാണ്. വെള്ളം കോരി മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ജീവിതത്തിലൊരു മാറ്റമില്ല. എന്നും ഉച്ചയ്ക്ക് പോകുന്നു, വെള്ളം കോരുന്നു, തിരിച്ചു വരുന്നു, വെള്ളം കോരുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, രാവിലെ എഴുന്നേൽക്കുന്നു, ഓഫീസിൽ പോകുന്നു, വൈകുന്നേരം വരുന്നു, ആഹാരം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, ഭാര്യയോട് സംസാരിച്ചെങ്കിലായി, മക്കളോട് സംസാരിച്ചെങ്കിലായി, രാവിലെ വീണ്ടും എഴുന്നേൽക്കുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ ഒരു റൊട്ടീനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനപ്പുറം സ്വർഗത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ആത്മീയ ജീവിതത്തെക്കുറിച്ച്,
മരണത്തിനപ്പുറം ഒരു ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടല്ലോ. നമുക്കതിന് സാധിക്കാതെ വരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരണം. പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ മാത്രമേ സ്വർഗത്തെക്കുറിച്ചും സ്വന്തം ആത്മാവിനെക്കുറിച്ചും മറ്റുള്ളവരുടെ ആത്മാവിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കതിനുള്ള ശക്തി തരുന്നുണ്ട് പ്രിയരെ. അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ നീ എന്നിലേക്ക് വരണമേ എന്ന്. നടക്കുന്ന വഴിക്കായിക്കോട്ടെ, ഓഫീസിലേക്ക് പോകുമ്പോഴായിക്കൊള്ളട്ടെ, സ്കൂളിലേക്ക് പോകുമ്പോഴായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവേ എന്നിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിന് വ്യത്യാസമുണ്ടാവുകയാണ്, നമ്മുടെ രീതി മാറിപ്പോവുകയാണ്. സമറിയാക്കാരി സ്ത്രീ യാക്കോബിൻ്റെ കിണറിൻ്റെ കരയിലിരുന്ന് യേശുവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ട ആ നിമിഷം മുതൽ അവൾ ആ കുടം ഉപേക്ഷിച്ച്, അവൾ അന്നുവരെയും ചെയ്ത പ്രവൃത്തികളെല്ലാം ഉപേക്ഷിച്ച്, അന്നുവരെ ഉണ്ടായിരുന്ന കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ ഒക്കെ ഉപേക്ഷിക്കുകയാണ്. പാപത്തിൻ്റെ ബന്ധം, പാപത്തിൻ്റെ കൂട്ടുകെട്ട് അതെല്ലാം വേണ്ട എന്ന് വെക്കുകയാണ്. ഒരുപക്ഷെ അവൾ ഇതിനു മുമ്പ് പലപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടാവാം പല പാപബന്ധങ്ങളും വേണ്ട എന്ന് വെക്കാൻ. സാധിച്ചിട്ടില്ല. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു സഹോദരി സംസാരിക്കാൻ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 22 വർഷമായി. 22 വർഷം മുമ്പ് 5 വർഷം ഞാനൊരു ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അവൻ ഗൾഫിലാണ്. വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ പരസ്പരം കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഞങ്ങൾ സ്നേഹത്തോടെ ഒരു ഉമ്മ കൊടുക്കാറുണ്ട്. അതിന് തെറ്റുണ്ടോ എന്നൊരു സംശയം. ഇന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ. ഒന്നോർത്ത് നോക്കൂ പ്രിയപ്പെട്ട ദൈവമക്കളെ, കല്യാണം കഴിഞ്ഞിട്ട് 22 വർഷമായിരിക്കുന്നു. 22 വർഷമായിട്ട് പണ്ടു സ്നേഹിച്ച വ്യക്തിയെ കാണുകയും സംസാരിക്കുകയും ആ സ്നേഹം പുതുക്കുകയും ചെയ്യുന്നു. അത് തെറ്റാണെന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടപ്പോഴാണ് അവർക്ക് തോന്നുന്നത്. അതിൽ നിന്നുള്ള സന്തോഷം വേണ്ട എന്ന് തീരുമാനമെടുക്കാനായിട്ട് പറ്റുക. അത് തെറ്റാണെന്നറിയാം, ഒരു ചിന്ത മനസ്സിൽ കിട്ടുക. അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, നമ്മൾ തന്നെ പാപത്തിൽ നിന്ന് മാറുക എന്നൊക്കെ എത്ര പറഞ്ഞാലും നമുക്കൊന്നും മാറാൻ പറ്റില്ല പ്രിയരെ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. അപ്പസ്തോലനായ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്. എന്താണ് പൗലോസ്ലീഹയുടെ വാക്കുകൾ? റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 7-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോവുകയാണ്. നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ നന്മയല്ല ചെയ്യുന്നത്, തിന്മ ചെയ്തു പോവുകയാണ്. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. എങ്കിലിത് ഞാനല്ല, എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. പാപം ചെയ്യരുതെന്നും തിന്മ ചെയ്യരുതെന്നുമൊക്കെ ആഗ്രഹമുണ്ട്. എത്രയോ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കൂ സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പാപമില്ലാത്ത പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവ് അതിനെ നമ്മളെ സഹായിക്കും. ഞാൻ ആ പറഞ്ഞ വചനം, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ച് നമ്മൾ പറയും, ഇച്ഛിക്കുന്ന തിന്മയല്ല, ഇച്ഛിക്കാത്ത നന്മ ഞാൻ ചെയ്തു പോകുന്നു. എങ്കിലിത് ഞാനല്ല, എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവാണ് എന്നെക്കൊണ്ട് അത് ചെയ്യിക്കുന്നത് എന്ന്. അതെ പ്രിയപ്പെട്ട ദൈവമക്കളെ, തിന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ പോലും തിന്മ ചെയ്യാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം നമുക്ക് ലഭിക്കും. അതെപ്പോഴാണ്? പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോഴാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കണം. ഈ ആത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതികളും കാഴ്ചപ്പാടും ഒക്കെ മാറും. ഞാൻ ഓർക്കുകയാണ്, ഒരു യൂത്ത് ധ്യാനത്തിൻ്റെ അവസരത്തിൽ ഒരു പെൺകുട്ടി സംസാരിക്കാൻ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരനുമായി ഞാൻ പ്രേമത്തിലാണ്, എല്ലാ ദിവസവും ഒരു പ്രേമലേഖനം എനിക്ക് കൊണ്ടുത്തരും. അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്, പ്രേമലേഖനത്തിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പോൾ മെസ്സേജ് അയക്കുന്ന കാലഘട്ടമായി തീർന്നില്ലേ? വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടമല്ലേ ഇത്? അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് ഈ പ്രേമലേഖനം കൊടുക്കുന്ന കാലഘട്ടമാണ്. എന്നും ഒരു പ്രേമലേഖനവുമായി അവൻ വരും.
അത് വായിക്കുകയാണ്. അത് നെഞ്ചിലടക്കി പിടിച്ചോ പുസ്തകത്തിനുള്ളിൽ വെച്ചോ വീട്ടിൽ വന്ന് കതകടച്ച് മുറിക്കുള്ളിലായി ആരുമറിയാതെ വായിക്കുന്നതിൽ ഒരാനന്ദമാണ്. അങ്ങനെ വായിച്ച് വായിച്ച് മുന്നോട്ട് പോവുകയാണ്. യൂത്ത് ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടു. അവനോട് ഈ ബന്ധം വേണ്ട എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രമാത്രം അവനെ സ്നേഹിക്കുന്നുണ്ട്. അത് വേണ്ടാന്ന് വെക്കാൻ ഇവൾക്കും സാധിക്കുന്നില്ല. പക്ഷേ ചെയ്യുന്നത് പാപമാണെന്നറിയാം. ഇത് മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കുന്ന കാര്യമാണെന്നും അറിയാം. എന്തു ചെയ്യും? അവൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടപ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് സഹായകനാണ്. ഈശോ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വായിക്കുകയാണ്, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോവുകയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ പോവുകയാണ്, ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ സഹായകൻ നിങ്ങളുടെ അരികിലേക്ക് വരും. അതെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സഹായിക്കാൻ ഒരാൾ വരുന്നു, അത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-15 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് സഹായകനാണ്. പരിശുദ്ധാത്മാവിന് നമ്മളെ സഹായിക്കാനായിട്ട് പറ്റും. കർത്താവേ, എനിക്കവനെ മറക്കാൻ പറ്റുന്നില്ല, എനിക്കവനെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമാണ് എൻ്റെ ഉള്ളിലുള്ളത്, ഞാൻ അവനെ ഉപേക്ഷിച്ചാൽ അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവേ, നീ എന്നെ സഹായിക്കണം. അവൾ ആ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഏതോ സമയത്ത് ആത്മാവേ ആത്മാവേ എന്ന് പറഞ്ഞ് ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് എഴുന്നേറ്റ് അവൾ അന്നും പതിവ് പോലെ പോവുകയാണ്. അങ്ങനെ കോളേജിലേക്ക് പോകുന്ന അവസരത്തിൽ അവൾ കണ്ടുമുട്ടുകയാണ് അവനെ. അകലേന്ന് അവനെ കത്ത് എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവരുടെ അടുക്കിലേക്ക് വരികയാണ്. അടുത്തെത്തിക്കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിനക്ക് കത്ത് തരുന്നില്ല, നാളെ തരാം. പിറ്റേ ദിവസവും അവൻ ആ കത്തുമായിട്ട് വന്നു. പക്ഷെ ഇവിടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നിനക്ക് കത്ത് തരാൻ എനിക്ക് തോന്നുന്നില്ല എന്ന്. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ കത്തില്ലാണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് സങ്കടമാകുമോ, വിഷമമാകുമോ? അവൾ പറഞ്ഞു, എന്താണെങ്കിലും പറ, എനിക്ക് സങ്കടമായാലും വിഷമമായാലും പറ, നിനക്ക് സങ്കടമാകുമോ, എന്തായാലും പറയുക. നമുക്ക് ഈ ബന്ധം വേണ്ട എന്ന് വെച്ചാലോ, ഈ ബന്ധം വേണ്ട എന്ന് വെച്ചാലോ? അവളുടെ ഉള്ളിൽ സന്തോഷമായി. അവൾ പറഞ്ഞു, ഞാനും 2-3 ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു നമുക്ക് ഈ ബന്ധം വേണ്ട എന്ന്. രണ്ടുപേരും സംസാരിച്ച് ആ ബന്ധം വേണ്ട എന്ന് വെക്കുകയാണ്. അതുവഴി അവർ ആ സമൂഹത്തിൽ നല്ല മാതൃകയുള്ളവരായി തീരുകയല്ലേ. വേണമെങ്കിൽ അവർക്ക് സ്നേഹിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം, അപ്പനെയും അമ്മേനെയും വേദനിപ്പിച്ച് മുന്നോട്ട് പോകാം. പിൽക്കാലത്ത് അവരുടെ ജീവിതം മുഴുവനും സഹിച്ച് വേണേൽ മുന്നോട്ട് നീങ്ങാം. എത്രമാത്രം സങ്കടങ്ങളിലൂടെ വേണേൽ അവർക്ക് കടന്നു പോകാം. ഒരുപക്ഷെ അവർ മനസ്സിലാക്കുന്ന ചില സന്തോഷമൊന്നും സന്തോഷമാകണമെന്ന് പോലുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ വ്യക്തമായ ഒരു തീരുമാനമെടുക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് കൊടുത്തു എന്ന് മാത്രമല്ല, അവരുടെ മനസ്സിൽ നിന്ന് ആ ഭാരം, ആ വേദന, നൊമ്പരം എല്ലാം മാറിപ്പോവുകയാണ്. എത്രയോ വ്യക്തികളാണ് തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ പ്രയാസപ്പെടുന്നവർ. ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രം, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന, തകർക്കുന്ന പ്രവൃത്തി ആയിരിക്കുകയില്ല, ജീവൻ്റെ സുവിശേഷം നൽകുന്നവരായി നമ്മൾ മാറും. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകും എന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമ്മളിൽ നിന്ന് മറ്റുള്ളവരെ ജീവനിലേക്ക് നയിക്കുന്ന അരുവി ഒഴുകുന്നവരായി നമ്മൾ മാറും. നമ്മൾ സുവിശേഷകരായി തീരും എന്ന് പറഞ്ഞാൽ ജീവൻ്റെ സുവിശേഷം ലോകത്തിന് നൽകുന്നവരായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, അവിടുന്ന് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. ജീവൻ്റെ സുവിശേഷം അറിയിക്കുന്നവരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ. എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത ചില ബന്ധങ്ങൾ, ചില തെറ്റായ സ്നേഹബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ചില ദുശീലങ്ങൾ, പാപബന്ധങ്ങൾ, അതൊക്കെ ഉപേക്ഷിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.